എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റമാണല്ലോ നമ്മുടെ പപ്സ്, എഗ്ഗ് പപ്സ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ശരി, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാൻ മൈദ എടുത്തിട്ടുള്ളത് ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറക്കാം കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. കുറച്ച് വെള്ളം ചേർത്ത് പതുക്കെ കുഴച്ചെടുക്കണം. ഓയിൽ മിസ്സാക്കരുത്. ഓയിൽ ചേർത്താൽ മാത്രമേ അത് സോഫ്റ്റായി നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചേർത്താൽ മതി വെള്ളം. എന്നിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നന്നായി കുഴച്ചതിന് ശേഷം പിന്നെ അവസാനം കുറച്ച് ഓയിൽ ചേർക്കാം. എന്നിട്ട് നമുക്കിതൊരു 25-30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനുശേഷം ഇതാ എടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിനകത്തേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലിത് ഇട്ട് വെച്ചിട്ട് പരത്തിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മളിതിനകത്ത് ഓയിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ നന്നായി വേഗം പരത്തിയെടുക്കാൻ സാധിക്കും. നല്ല സോഫ്റ്റായിട്ട് തന്നെ പരത്തിയെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുമ്പോൾ പരത്തിയെടുത്താൽ മതി. പക്ഷേ ചതുരാകൃതിയിൽ പരത്തിയെടുത്താൽ നന്നായിരിക്കും. 4 ഭാഗത്തേക്കും മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഈ ഒരു ഭാഗം ഇങ്ങോട്ടും ആക്കി കൊടുക്കുക, മറ്റേ ഭാഗം അപ്പുറത്തേക്കും അങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ കൂടുതൽ ബെറ്റർ, ഇല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. ഞാൻ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഈ നെയ്യും ഇല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. ഞാനെപ്പോഴും നെയ്യാണ് ചേർക്കാറുള്ളത്. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ നന്നായി പരത്തിയെടുത്തിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക, അപ്പുറത്തെ ഭാഗത്ത് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് പരത്തിയിട്ട് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ലെയറായിട്ട് കിട്ടുള്ളൂ പപ്സ്. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം നമുക്കിത് ഇങ്ങനെ പരത്തി കൊടുത്ത് വീണ്ടും മടക്കുക, വീണ്ടും പരത്താൻ സാധിക്കും. അത്രയും നന്നായിട്ട് ഒരുപാട് ലെയർ കിട്ടും. നമ്മൾ വീണ്ടും ഇത് മടക്കി കൊടുത്തിട്ടുണ്ട്. മടക്കി വീണ്ടും പരത്തുന്നുണ്ട്. നമ്മൾ സെയിം പരിപാടി തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മടക്കുക, നെയ്യ് ചേർക്കുക. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ്, ഇല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ബട്ടറാണ് കൂടുതൽ ബെറ്റർ. വീണ്ടും നമ്മൾ ഇതാ പരത്തുന്നു, മടക്കുന്നു, തിരിക്കുന്നു, വീണ്ടും പരത്തുന്നു. ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മളിത് മടക്കി പരത്തണം. എങ്കിൽ ആ ഒരു ലെയർ പോലെ കിട്ടുള്ളൂ. സോഫ്റ്റായിട്ട് നമ്മുടെ പപ്സ് നല്ല ക്രിസ്പിയായിട്ട്, സോഫ്റ്റല്ല നല്ല ക്രിസ്പിയായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും പരത്തി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ സംഭവം തന്നെ 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് വീണ്ടും എടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ വീണ്ടും പരത്തിയിട്ടുണ്ട്. വീണ്ടും ഇതേപോലെ തന്നെ നെയ്യ് ചേർത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ മടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുന്നു. വീണ്ടും ജസ്റ്റ് ഒന്ന് വീണ്ടും വളരെ ചെറുതായിട്ടുണ്ട് നമ്മളെ മാവ്. ഇനി വീണ്ടും കുറച്ചും കൂടി നെയ്യ് ചേർത്തിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും മടക്കിയതിന് ശേഷം ഇത്ര മതി. ഇതിന് ശേഷം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഇല്ലെങ്കിൽ താഴെയാണ് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ 1 മണിക്കൂർ, ഫ്രീസറിലാകുമ്പോൾ 1/2 മണിക്കൂറിലധികം വെച്ച് പോകരുത്. അത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുള്ളൊരു കവറിനകത്ത് ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പാത്രത്തിൽ നന്നായിട്ട് അടച്ചു വെച്ചാലും മതി കേട്ടോ. അതവിടെ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള, നമ്മൾ എത്ര സവാള ഞങ്ങൾക്ക് വേണ്ടത്, മസാല എത്ര വേണ്ടത് അതിന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ. അത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് മാത്രം ചേർത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഇനി വേണമെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി യോജിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടി വെക്കുക നമ്മൾ ഉള്ളി. ആ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം പാർന്നിട്ട് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് വെള്ളം വറ്റി നന്നായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായി വറ്റിച്ചെടുക്കണം. നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതവിടെ ചൂട് പോകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ ഫ്രീസറിൽ നിന്ന് നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും പരത്തി കൊടുക്കുക, മടക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നെയ്യ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ആ സമയം അങ്ങനെ ചേർക്കുന്നത് കൊണ്ടാണ് അവിടെ ലെയറായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നെയ്യ് ചേർക്കാൻ മറക്കരുത്. ഓൾറെഡി ഞാൻ നേരത്തെ കാണിച്ചാൽ എങ്ങനെയാണ് പരത്തി കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ. അതിന് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് പിന്നെ അതിനകത്ത് മാവ് വെച്ച് പരത്തി കൊടുക്കാം. ഒരു ചതുര ഷേപ്പിൽ പരത്തി എടുത്താൽ മതി. അങ്ങനെ അവസാനം നമ്മൾ ആദ്യം ചെയ്തപ്പോൾ തന്നെ വീണ്ടും ഇത് പൊതിഞ്ഞ് ഒരു 20 മിനിറ്റ് ഫ്രീസറിൽ വീണ്ടും വെക്കണം കേട്ടോ. അങ്ങനെ 20 മിനിറ്റിന് ശേഷം വീണ്ടും എടുത്തു. ഇനി ഒന്നുമില്ല, ഇനി പരത്തി മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഇനിയൊരു ചതുര ഷേപ്പിൽ നന്നായി വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. തീരെ കനം കുറച്ച് പരത്തരുത്. അത്യാവശ്യം ചെറിയ തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഒരുപാട് തിക്കല്ല. ഞാനിതിന്നൊരു 4 എണ്ണം ഉണ്ടാക്കാനാണ് പ്ലാനാണ്. അപ്പോൾ 4 എണ്ണത്തിനുള്ള വലുപ്പത്തിനുള്ളത് പരത്തിയെടുക്കണം. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി. കത്തി കൊണ്ട് നടുവിലൂടെ ഒരു വര വരയ്ക്കുക, പിന്നെ ക്രോസ് ചെയ്തിട്ടും ഒരു വര വരയ്ക്കുക. വര വരയ്ക്കല്ല, മുറിച്ചെടുക്കുന്നത്. അപ്പോൾ 4 കഷ്ണമാവും. നമുക്ക് 4 എണ്ണമാണ്
പിന്നെ അതിൻ്റെ ഈ ലാസ്റ്റ് സൈഡ് ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. കാരണം ചതുരത്തിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. 4 പപ്സ് ആണെങ്കിൽ 2 എഗ്ഗ് വേണം. 2 ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എത്ര മസാല വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ എഗ്ഗ് ഞാൻ 4 കഷ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഇതേപോലെ പൊളിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭാഗങ്ങളും കോണ് പോലെ ആക്കിയിട്ട് പപ്സിൻ്റെ ഷേപ്പിൽ ഇതേപോലെ മടക്കി കൊടുക്കാം. മൈദ ആയതുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒട്ടിക്കെട്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ. അങ്ങനെ നമ്മുടെ 4 പപ്സ് റെഡിയായി. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് മുട്ട തേച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് കൊണ്ട് ആക്കി കൊടുത്താൽ മതി. ഇനി അങ്ങനെ നമ്മൾ ഇതിലാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ എയർ ഫ്രൈയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വെച്ചതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചുള്ള മുട്ട ബീറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലാക്കി കൊടുക്കാം. ആ ഒരു കളർ കിട്ടണമെങ്കിൽ ആ മുട്ട അങ്ങനെ ആക്കി കൊടുക്കണം, എങ്കിലേ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ എയർ ഫ്രൈനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു 165 ഡിഗ്രിയിൽ ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ബേക്കുന്നുണ്ടാവില്ലേ, അതൊന്ന് ജസ്റ്റ് അമർത്തി കൊടുത്താൽ നമ്മൾ 25 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് പപ്സ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയും വേണം കേട്ടോ, എങ്കിലേ 2 ഭാഗം വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട്. അങ്ങനെ 25 മിനിറ്റിന് ശേഷം നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്, കാണാൻ നല്ല ലുക്കില്ലേ. ലുക്ക് മാത്രമല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്താ പറയുക, എയർ ഫ്രയർ ഇല്ലെങ്കിൽ ആവിയിൽ ഇതേപോലെ നമ്മൾ കുക്കറിനകത്ത് നമ്മൾ കേക്ക് ഉണ്ടാക്കില്ല, അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നല്ല ചൂടാണ് കേട്ടോ. ചൂടില്ലായിരുന്നെങ്കിൽ ഞാനത് പൊളിച്ച് കാണിച്ചു തന്നിരുന്നേ, പക്ഷെ നല്ല ചൂടാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്